വി.എസ്. അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് പറയുമായിരുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി. പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കുടുംബം ആലോചിച്ച് തീരുമാനിക്കണം. പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനാവില്ലെന്നും M.A. ബേബി പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. പാർട്ടിയുടെ ഭാഗമായി പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒരു പുരസ്കാരം തരുമ്പോൾ അത് അങ്ങനെ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. വി.എസ്. ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് വി.എസ്. പറയുമായിരുന്നു. അതിനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം എന്ത് വേണമെന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പം എന്ന് പറഞ്ഞിരുന്നു. അതേ കാര്യം M.A. ബേബി ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നത് ഈ പുരസ്കാരം നിരസിച്ച മുൻകാല നേതാക്കളുടെ ഒരു ചരിത്രം കൂടി പറഞ്ഞ ശേഷം വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ പത്മവിഭൂഷൺ അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് പറയുമായിരുന്നുവെന്ന്. ഇതൊരു സന്ദേശമായി കാണണമോ കുടുംബത്തിനുള്ള? ദിൽന, തീർച്ചയായും ഇത് പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഒരു സന്ദേശമായി തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറി M.A. ബേബിയുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് മുൻപ് ഈ പത്മ പുരസ്കാരമോ അല്ലെങ്കിൽ ഭാരതരത്ന പുരസ്കാരമോ ലഭിച്ച പാർട്ടി നേതാക്കളും അവൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതുമായിരുന്നു. EMS, ജ്യോതി ബസു, ഹർകിഷൻ സിംഗ് സുർജിത്, ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നീ 4 നേതാക്കൾക്ക്, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഉൾപ്പെട്ടിരുന്ന നേതാക്കൾക്ക് ഭാരതരത്ന പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും ആ ഘട്ടത്തിൽ അവർ അതിനോട് പ്രതികരിച്ചിരുന്നത് പാർട്ടി ഏൽപ്പിച്ച ജോലിയുടെ ഭാഗമായി നിർവഹിച്ച ജനസേവനത്തിന് ഏതെങ്കിലും പുരസ്കാരം സർക്കാരിൽ നിന്നും സ്വീകരിക്കില്ല, അതാണ് പാർട്ടിയുടെ നിലപാട് എന്നാണ് എന്നും അതേ പ്രതികരണം തന്നെ ഇവരെല്ലാം തന്നെ ജീവിച്ചിരുന്നപ്പോഴാണ് ഈ പുരസ്കാരത്തിന് വേണ്ടി അവരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. എന്നാൽ വി.എസ്. അച്യുതാനന്ദന് മരണാനന്തരമാണ് ഈ ബഹുമതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ വി.എസ്. ജീവിച്ചിരുന്നുവെങ്കിൽ ഇതേ പ്രതികരണം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു എന്നാണ് ജനറൽ സെക്രട്ടറി M.A. ബേബി പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലപാട് എന്നുള്ളത് മുൻപ് 4 നേതാക്കൾ സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു എന്ന് ജനറൽ സെക്രട്ടറി വിശദീകരിക്കുന്നതിലൂടെ വ്യക്തമാണ്. ദിൽന, വി.എസ്. അച്യുതാനന്ദന് മരണാനന്തരം പ്രഖ്യാപിച്ചിരിക്കുന്ന പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ CPM ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നാണ് M.A. ബേബിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.